ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് 16.35 പോയിൻറ്റ്സ് പോസിറ്റീവിലാണ്. കഴിഞ്ഞ 2 ദിവസവും ഏകദേശം ഒരേപോലെയായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പുൾ ബാക്ക് അവസാനം ക്ലോസിങ്ങിനാണ് വന്നിട്ടുള്ളത്. ഇന്നലെയും അതുപോലെ തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ ആദ്യത്തെ ഒരു ട്രേഡ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. രണ്ടാമത്തെ ട്രേഡ് നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഹയർ ലെവൽസിലേക്ക് എടുക്കാൻ തീരുമാനിച്ചതും 3 മണി കഴിഞ്ഞതോടുകൂടി ആ ഒരു ട്രേഡ് 2:45 ആ ഒരു ട്രേഡ് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രേഡിലേക്ക്, ആ ഒരു ലെവലിലേക്കാണ് ഫോളോ ആയിട്ടുള്ളത് പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്ലോസിംഗ് ഓപ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് 3 മണിക്ക് മുമ്പ് തന്നെ വരാതിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത്, മൂവ്മെൻറ്റ് എങ്ങനെ വരുന്നത് നോക്കാം. ഇന്ന് 24,641 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. $24,600, $24,650 രണ്ട് സ്ട്രൈക്ക് പ്രൈസ് തന്നെ കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസസ് ആണ്. 600 കോൾ ഓപ്ഷൻ, അതുപോലെ തന്നെ 650 കോൾ ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 24,700 പുട്ട് ഓപ്ഷൻ നോക്കാം. അത് നമ്മൾ ഓൾറെഡി ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ച പുട്ട് ഓപ്ഷൻ തന്നെയാണ്. ഇന്ന് വെറും 16.35 പോയിൻറ്റ്സിൻ്റെ പോസിറ്റീവ് ഓപ്പണിംഗ് മാത്രമാണുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ്. അതൊരു ഗ്യാപ്പ് ഫില്ലിങ്ങും ഓൾറെഡി വന്നു കഴിഞ്ഞു. 24,604.15 ആണ് ഇതുവരെയുള്ള ഡേ ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓപ്പൺ ഹൈ ആണ്. 24,641 ആണ് ഇന്നത്തെ ഓപ്പണിംഗ്. ഇന്നത്തെ ഡേ ഹൈ ആണെങ്കിൽ 24,641.90. $24,750 പുട്ട് ഓപ്ഷൻ, 24,700 പുട്ട് ഓപ്ഷൻ. നമുക്ക് ഈ ഒരു 600 പുട്ട് ഓപ്ഷൻ മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യാം. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ വയ്ക്കാം. ഇപ്പോൾ ഇതൊരു ഡയറക്ഷൻ കൺഫർമേഷന് ശേഷം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് പ്രകാരം തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ 2 ദിവസവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ലെവലിലേക്ക് വളരെ ഹൈയിൽ നിന്നും ഫോൾ ആവുന്നതാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ആ ഒരു ട്രേഡ് നമുക്ക് വളരെ വൈകിയൊരു സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്ത് ഡയറക്ഷൻ കൺഫർമേഷന് ശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഹയർ ഹൈ ആണ് വന്നിട്ടുള്ളത്. ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. നമുക്കൊരു എൻട്രി എടുക്കാം. 24,600
call option 172. Right, 182 ട്രേഡ് ചെയ്യുന്നത്. ഡേ ഹൈ വന്നിട്ടുള്ളത് 194.85. 20 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ ഒരു എൻട്രി എടുക്കാം. $75. $74. $73. Yes, ആക്റ്റീവായി. ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ നോക്കാം. ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ 182, അതുപോലെ തന്നെ 90 ലെവലാണ് ഫസ്റ്റ് ടാർഗറ്റ്. 90 ലെവൽ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. സ്ക്വയർ ഓഫ് ചെയ്തു, അത് ലെവൽ ബ്രേക്ക് ചെയ്തു. 172 നിന്നിട്ടില്ല. അത് 422 റുപ്പീസ് ലോസാണ് ഈ ഒരു ട്രേഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ലെവലുണ്ട്. ആ ഒരു ലെവലിൽ വന്നതിന് ശേഷം ബാക്ക് ടു 172. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി ഒരു 190 വന്നതിന് ശേഷം ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഒരു ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തു. 172 എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ 168.75. ഇത് 3.5 റുപ്പീസിൻ്റെ ലോസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് നോക്കാം. എന്തായാലും അടുത്ത ട്രേഡ് നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി കിട്ടും. നമുക്ക് നോക്കാം. ആ ലെവൽ എന്തായാലും ബ്രേക്ക് ചെയ്ത് ഒരു ബെയറിഷ് ഡേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ നേരത്തെ എൻട്രി 172 എൻട്രി 200 വന്നു. പക്ഷേ അതേസമയം 172 ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ എക്സിറ്റ് ചെയ്യാറുള്ളത് പോലെ എക്സിറ്റ് ചെയ്തു. അത് ലോ വന്നിട്ടുണ്ടായിരുന്നത് 160.10. ഇപ്പോൾ ഓൾമോസ്റ്റ് 160 വന്നിട്ടുള്ളത്. 10 പോയിൻറ്റോളം താഴേക്ക് വന്നു. അതിനുശേഷം ഡേ ഹൈ ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ടാർഗറ്റ് 190 ആണ്. അപ്പോൾ 190 ബ്രേക്ക് ചെയ്ത് 200 വന്നിട്ടുള്ളത്. ഇതുവരെയുള്ള ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 201 ആണ്. പക്ഷേ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ളൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റിയില്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ എഗെയിൻ ഒരു റീടെസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 172 ലെവൽ തന്നെയാണ് വീണ്ടും ഒരു എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 172 ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ അറിയാം 24,600 കോൾ ഓപ്ഷൻ 172 നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എൻട്രി ചാൻസ് കുറവാണ്. ഇപ്പോൾ നേരത്തെ വന്ന ലോ ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ആയിട്ട് വരുന്നത് നേരത്തെ വന്നിട്ടുള്ള ലോ ആണ്. അപ്പോൾ അത് 160, അതുപോലെ തന്നെ 160യും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ 158 ലെവലൊക്കെയാണ്. അപ്പോൾ ആ ലെവൽസ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് 172 എന്നോ 158 ലെവൽ, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവൽ 172 ലെവലാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു സപ്പോർട്ട് ലെവൽ, ഈ ഒരു ലെവലും ഈ ഒരു ലെവലിൽ നിന്നും ഒരു ബൈയിങ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. പുട്ട് ഓപ്ഷൻ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡേ ഹൈ പുട്ട് ഓപ്ഷൻ 24,700 ഡേ ഹൈ വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 169.10 ആണ്. അപ്പോൾ ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു സ്പൈക്കിന് ശേഷം ക്ലോസിങ് സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൊരു സ്പൈക്കിന് ശേഷം എന്നൊരു കൺസോളിലെ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഡേയിലോ ബ്രേക്ക് ചെയ്തൊരു ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ഈ പറയുന്ന 169 ലെവൽ ബ്രേക്ക് ചെയ്യും. അതിനുശേഷം ഒരു പെർഫെക്റ്റ് എൻട്രി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഡേയിലോ ലെവലിലൊരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാനായിട്ട് പറ്റിയില്ല. അതാണ് നമ്മുടെ ഒരു 190 ലെവൽ. അതുപോലെ തന്നെ ഡേ ഹൈ 201 വന്നിട്ടുണ്ടായിരുന്നത് 24,600 കോൾ ഓപ്ഷനിൽ. ഇപ്പോൾ ആ ഒരു 172 ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ എക്സിറ്റ് ചെയ്ത ഒരു 172 ലെവൽ, അതിൽ നമുക്ക് ഒരു 422 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു 160ലും 158, 160 ലെവലിൽ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. പുട്ട് ഓപ്ഷനിൽ ഇനി എൻട്രി നമുക്കൊരു കൺഫർമേഷന് ശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.